ഹലോ, ലേൺ വിത്ത് എ സ്ക്വയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 സുവോളജിയുടെ ആദ്യത്തെ ചാപ്റ്ററായ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ആദ്യ ഭാഗമാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഹൗ ദ ഹ്യൂമൻ ബീങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് എന്നതിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത് ഞാൻ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീപ്രൊഡക്ഷൻ? എന്താണ് റീപ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ്റെ പർപ്പസ് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പേരൻസിൽ നിന്ന് യങ് വൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ഒരു ജീവിവർഗത്തിൻ്റെ വംശവർദ്ധനവിന് വേണ്ടിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ്ങും അതുപോലെ തന്നെ വിവിപാരസുമായിട്ടുള്ള ആൾക്കാരാണ്. സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആൻഡ് വിവിപാരസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, +1 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് വിവിപാരസും ഓവിപാരസും. വിവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവ് ബർത്ത് ടു ദെയർ യങ് വൺസ്. യങ് വൺസിനെ ബർത്ത് ചെയ്യുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരെയാണ് നമ്മൾ വിവിപാരസ് അല്ലെങ്കിൽ വിവിപാരസ് ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. ഇനി ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓവിപാരസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ ഈ ചാപ്റ്ററിൽ, അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗമാറ്റോജനസിസ്, മെൻസ്ട്രൽ സൈക്കിൾ, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, പാർട്ടുറീഷൻ ആൻഡ് ലാക്ടേഷൻ. ഈ മേജർ ടോപ്പിക്കുകളാണ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന +2 സുവോളജിയുടെ ആദ്യത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹ്യൂമൻസിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് ഈവൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യമേ പഠിക്കണം. മെയിനായിട്ടുള്ള ഈവൻ്റാണ് ഗമാറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ ആൻഡ് പാർട്ടുറീഷൻ. ഇത്രയും മെയിനായിട്ടുള്ള ഈവൻറ്റുകളാണ് ഹ്യൂമൻ്റെ റീപ്രൊഡക്റ്റീവ് ഈവൻ്റായിട്ട് പറയപ്പെടുന്നത്. അതിനകത്ത് ഗമാറ്റോജനസിസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗമാറ്റോജനസിസ് ആണ്. എന്താണ് ഗമാറ്റോജനസിസ്? ദ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റ്സ് ഇൻ ഹ്യൂമൻ ഇൻക്ലൂഡ് ഫോർമേഷൻ ഓഫ് ദ ഗമേറ്റ്സ്. ഫോർമേഷൻ ഓഫ് ദ ഗമേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗമാറ്റോജനസിസ്. അതായത് മെയിൽസിൽ നിന്ന് സ്പേമും ഫീമെയിൽസിൽ നിന്ന് ഓവവും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗമാറ്റോജനസിസ്. ഗമാറ്റോജനസിസിൽ ജനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷനാണ്. അപ്പോൾ ഗമേറ്റിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ ഗമാറ്റോജനസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഈവൻറ്റിലെ ഫസ്റ്റ് ഈവൻ്റാണ് ഗമാറ്റോജനസിസ്. ഇനി സെക്കൻഡ് ഈവൻ്റ് എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ ആണ്. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി, ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. നമുക്കറിയാം, മെയിൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമേറ്റാണ് സ്പേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേമിനെ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റിലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ. നെക്സ്റ്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. അടുത്തായിട്ട് നടക്കുന്ന ഈവൻ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്. നമ്മൾ പഠിച്ചു, മെയിൽസിൽ സ്പേമും അതേപോലെ തന്നെ ഫീമെയിലിൽ ഓവമാണ് ഫോം ചെയ്യുക. അത് ഇൻസെമിനേഷൻ വഴി, അതായത് സ്പേംസ് ട്രാൻസ്ഫർ ചെയ്ത് ഫീമെയിൽസിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യും. ആ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? സൈഗോട്ടായിരിക്കും ഫോം ചെയ്യുക. അതായത് മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സൈഗോട്ട്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ദിസ് ഈസ് followed by
ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇതിന് ശേഷം സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷം പിന്നീട് നടക്കുന്നത് എന്താണ്? അവിടെ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യും. ഒരു ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നടക്കുക. അടുത്ത റീപ്രൊഡക്റ്റീവ് ഈവൻ്റ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് യൂട്രൈൻ വോളിൽ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രൈൻ വോളിൽ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നതിനെ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. ഇനി നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റേഷൻ ആണ്. ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് യൂട്രൈൻ വോളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് ചെയ്യും? ഇത് അവിടെ നിന്ന് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ ജസ്റ്റേഷൻ എന്നാണ് വിളിക്കുക. അതിനുശേഷം പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം എന്ത് ചെയ്യും? നമ്മുടെ ബേബീനെ പുറത്തേക്ക് ഡെലിവറി ചെയ്യും. അതിനെ പറയുന്ന പേരാണ് പാർട്ടുറീഷൻ. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗെമാറ്റോജെനസിസ് വരും, ഇൻസെമിനേഷൻ വരും, ഫെർട്ടിലൈസേഷൻ വരും, ഇംപ്ലാന്റേഷൻ വരും, ജസ്റ്റേഷൻ വരും ആൻഡ് പാർട്ടുറീഷൻ. ഇത്രയും മെയിനായിട്ടുള്ള ഇവൻറ്റുകളാണ് നമ്മുടെ ഹ്യൂമൻസിൽ നടക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്നാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ചേരുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടാവും. അത് പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. രണ്ടാമത്തേതാണ് സെക്കൻഡറി സെക്സ് ഓർഗൻസ്. സെക്കൻഡറി സെക്സ് ഓർഗൻസിൽ വരുന്നത് എ പെയർ ഓഫ് ഡക്റ്റ്. ആ ഡക്റ്റിനകത്ത് വരുന്നതാണ് റെഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ് ആൻഡ് അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മൂന്നാമത്തെയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? പ്രൈമറി സെക്സ് ഓർഗനും സെക്കൻഡറി സെക്സ് ഓർഗനും എക്സ്റ്റേണൽ ജെനിറ്റാലിയയും കൂടെ ചേരുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പ്രൈമറി സെക്സ് ഓർഗനായ ടെസ്റ്റിസിനെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ ദ ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻ എ പൗച്ച് കോൾഡ് സ്ക്രോട്ടം വിച്ച് ഹെൽപ്പ് ഇൻ ദ മെയിൻറ്റെയിനിങ് low temperature of testis necessary for spermatogenesis. അപ്പോൾ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് ആയിട്ടാണ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതും ഒരു സഞ്ചിക്കകത്താണ് ഏതിരിക്കുന്നത്? എ പെയർ ഓഫ് ടെസ്റ്റിസ് ഇരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിസ് ഇരിക്കുന്ന ആ സഞ്ചിയെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ആ പൗച്ചിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. നമുക്കറിയാം മെയിൽസിലും ബാക്കിയുള്ള എല്ലാ ഓർഗൻസും ഇരിക്കുന്നത് ബോഡിക്കകത്താണ്. പക്ഷേ നമ്മുടെ ടെസ്റ്റിസ് മാത്രം പുറത്താണ് ഇരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം ടെസ്റ്റിസ് മാത്രം പുറത്തും ബാക്കിയുള്ള ഓർഗൻസ് എല്ലാം അകത്തുമായിട്ട് ഇരിക്കാനുള്ള കാരണം അറിയാവോ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് which help in maintaining low temperature of testis necessary for spermatogenesis. Spermatogenesis എന്ന് പറഞ്ഞാൽ സ്പേമിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ സ്പേം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം. ടെസ്റ്റിസ് നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ലോ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? അവിടെ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്പെർമാറ്റോജെനസിസ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ ഔട്ട് സൈഡിലായിട്ട് ടെസ്റ്റിസ് കാണുന്നത്. ഈ ഓരോ ടെസ്റ്റിസിലും 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈ ഓരോ ടെസ്റ്റിസും ഫോം ചെയ്തിരിക്കുന്നത് 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ഓരോ ലോബ്യൂൾസിലും എന്താണുള്ളത്? ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ അകത്ത് നിന്നാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റിസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തുള്ള
സ്ക്രോട്ടം എന്ന് പറയുന്ന പൗച്ചിനകത്താണ് കാണുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സ്പെർമാറ്റോജെനസിസിന് നെസസറി ആയതുകൊണ്ടാണ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് കാണാനുള്ള ഒരു കാരണം. ഓരോ ടെസ്റ്റിസും ഫോം ചെയ്തിരിക്കുന്നത് 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് വെച്ചിട്ടാണ്. ഓരോ ലോബ്യൂൾസിലും ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് വെച്ചിട്ടാണ് സ്പെംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തുകൊണ്ട് 2 ടൈപ്പ് സെൽസ് ആണ് ഉള്ളത്. സ്പെർമറ്റാഗോണിയ സെൽസും അതേപോലെ തന്നെ സെർട്ടോളി സെൽസും. അതായത് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തുകൊണ്ട് 2 ടൈപ്പ് സെല്ല് കാണാം. സ്പെർമറ്റാഗോണിയ അല്ലെങ്കിൽ നമ്മളതിനെ മെയിൽ ജേം സെൽ എന്നാണ് വിളിക്കുക. ഈ സെല്ലിൽ നിന്നാണ് സ്പെംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെർട്ടോളി സെൽസ്. സെർട്ടോളി സെല്ലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ സ്പെംസിന് വളരാനായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെർട്ടോളി സെല്ലിൻ്റെ ഫങ്ഷൻ. Leydig cells or interstitial cells present around the seminiferous tubule synthesize and secrete androgen hormone. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന് പുറത്തായിട്ട് ലേഡിക് സെൽ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് പ്രസന്റ് ആണ്. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൻഡ്രോജൻ ഹോർമോൺ, മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും ആരാണ്? ഈ ലേഡിക് സെൽ ഓർ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ്. അപ്പോൾ ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന ഒരു സഞ്ചിക്ക് ഉള്ളിലായിട്ട് കാണുന്നതാണ് എന്ത്? ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടെസ്റ്റിസ് ഫോം ചെയ്തിരിക്കുന്നത് 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസും അതുപോലെ തന്നെ ഓരോ ലോബ്യൂൾസിനകത്തും ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തുകൊണ്ട് 2 ടൈപ്പ് സെല്ല്, സ്പെർമാറ്റോഗോണിയ സെല്ലും സെർട്ടോളി സെല്ലും. അതേപോലെ തന്നെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്തായിട്ട് കാണുന്ന സ്പേസ് ആണ് ലേഡിക് സെൽസ് ഓർ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയുന്നത്. ഈ സെല്ലാണ് ആൻഡ്രോജൻ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.